മിഷൻ 26 കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ കോൺഗ്രസ് ഒരു വർഷം മുൻപ് മുന്നൊരുക്കം ആരംഭിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുകയാണ്. പിണറായി സർക്കാരിനെ താഴെയിറക്കണമെന്ന വാശിയോടെ ജനം നിൽക്കുമ്പോൾ അവർക്കൊപ്പം കോൺഗ്രസും ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് ഉറച്ച സ്വരത്തിൽ പറയുന്നുണ്ട്. ഈ സർക്കാരിന്റെ ദുർഭരണം ജനങ്ങളെ എത്രത്തോളം ദോഷകരമായി ബാധിച്ചുവെന്നത് കേരളം തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ച ചെയ്യുകയാണ്. 12 മാസക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. 10 കൊല്ലം അന്നം നൽകിയെന്നത് പിണറായി സർക്കാരിന്റെ ഔദാര്യമായി കണക്കാക്കണോ എന്ന ചോദ്യവും വി.ഡി. സതീശൻ ചോദിക്കുന്നുണ്ട്. കള്ളപ്രചാരണം നടത്തി കോടികൾ നശിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുകയാണ് പിണറായി സർക്കാരെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലുണ്ടായ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണെന്നാണ് അദ്ദേഹം പരിഹസിച്ചത്. എല്ലാ രംഗത്തും തികഞ്ഞ പരാജയമാണ് പിണറായി സർക്കാരെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. PR പ്രവർത്തനം കൊണ്ടുള്ള CPMന്റെ മേനിനടിക്കൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പൊളിച്ചു കാട്ടുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് KC വേണുഗോപാലിന്റെ ചിത്രം വെച്ച് പോസ്റ്റർ വയ്ക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ലെന്ന് അദ്ദേഹം വിമർശനങ്ങൾക്ക് മറുപടി നൽകി. ഏത് കോൺഗ്രസ് നേതാവിന്റെ പേരിലും ചിത്രം വെച്ചാലും തെറ്റില്ലെന്ന് വി.ഡി. സതീശൻ പറയുന്നുണ്ട്. കോൺഗ്രസിൽ ഒരു കുഴപ്പവുമില്ലെന്നും മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കേണ്ടെന്നും അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യം കോൺഗ്രസിൽ വളരെ വ്യക്തമാണ്. CPM ആണ് കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യാഖ്യാനിക്കുന്നത്. ഞാനും KC വേണുഗോപാലും തമ്മിൽ കൊച്ചി സീറ്റിന്റെ പേരിൽ അടിയുണ്ടായെന്ന് വ്യാജ പ്രചരണങ്ങൾ നടത്തിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ കോൺഗ്രസ് വ്യക്തമായ ചർച്ചകളിലൂടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും പ്രചാരണ പരിപാടികൾ നടത്തുകയും ചെയ്യുകയാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഭിന്നതകളുണ്ടെന്നും പ്രതിസന്ധികളാണെന്നും കുപ്രചരണം നടത്തി അധികാരം കൈക്കലാക്കാനേ പിണറായി സർക്കാരിന് കഴിയുകയുള്ളൂ. അല്ലാതെ വികസന ചരിത്രം പ്രചരിപ്പിക്കാൻ CPM ഒന്നും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയിൽ നിന്ന് പണം വാങ്ങി മാധ്യമങ്ങളുടെ കള്ളപ്രചരണം നടത്തി മുന്നോട്ടു പോവുകയാണ് CPM. ഈ കല്ലുവെച്ച നുണകളൊന്നും കേരളത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ നോക്കിയാലും കാര്യമില്ലെന്ന് തന്നെയാണ് വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുന്നത്. കേരളം ഇനി UDF ഭരിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ഉറച്ചു പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന UDF ഗവൺമെന്റ് കേരളത്തിൽ ഭരണത്തിലേറാൻ അധികകാലം കാത്തിരിക്കേണ്ടതില്ല. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കാണാം. മിഷൻ 26 ഞങ്ങൾ ഒരു വർഷം മുമ്പ് ആരംഭിച്ചതാണ്. അത് വളരെ ഫലപ്രദമായി നമ്മുടെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിലാണ്. ഈ സർക്കാരിന്റെ താഴെ ഇറക്കണമെന്ന വാശിയോടുകൂടി ജനങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ കൂടെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും ഉണ്ടാകും. ഈ സർക്കാരിന്റെ ദുർഭരണം ജനജീവിതത്തെ എത്രമാത്രം ദോഷകരമായി ബാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ച. 12 മാസക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം ഈ കേരളമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും ഈ വിലക്കയറ്റം കുറച്ചു കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? ജനങ്ങൾ പൊറുതിമുട്ടിയാണ് വിലക്കയറ്റം കൊണ്ട്. അപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാരിന്റെ സാന്നിധ്യം അവരാഗ്രഹിക്കും. അങ്ങനെ ഒരു സർക്കാരിന്റെ സാന്നിധ്യം കേരളത്തിലുണ്ടായോ? സപ്ലൈകോ തകർന്നു. സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നില്ല. കോടികളാണ് കൊടുക്കാനുള്ളത്. 12 മാസമായി ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം വിലക്കയറ്റത്തിൽ. ആ വിലക്കയറ്റം താഴെ കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? ഗവൺമെന്റ് നിസ്സംഗരാണ്. പ്രചരണം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്, വ്യാപകമായ പ്രചരണമാണ്. കോടാനുകോടി രൂപ ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെയുള്ള പ്രചരണമായിരുന്നു. കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ മാത്രമല്ല അല്ലാതെയുള്ള പ്രചരണമാണ്. ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഗവൺമെന്റ് നടത്തിയത്. മുഴുവൻ കള്ളപ്രചരണങ്ങളാണ്. 10 വർഷത്തേക്ക് അന്നം കൊടുത്തു, ഔദാര്യ റേഷൻ കൊടുത്തു. ഏതെങ്കിലും ഗവൺമെന്റ് റേഷൻ മുടക്കിയിട്ടുണ്ടോ കേരളത്തിൽ? ഇവര് ഭരണം കേട്ടാൽ 10 കൊല്ലമായിട്ട് റേഷൻ മുടങ്ങാത്ത ആദ്യത്തെ സർക്കാരാണിതെന്ന് തോന്നുന്നു. റേഷൻ കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷനിംഗ് ആണ്. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത്. കോൺഗ്രസ് സർക്കാരാണ് നടപ്പാക്കിയത്. അല്ലേ? തിരുവനന്തപുരത്ത് ബന്ധുക്കൾ പരാതി പറയാണ്, അവിടെ തീപിടുത്തം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് 5 പേര് മരിച്ചതെന്ന്. എനിക്കറിയില്ല സത്യാവസ്ഥ, പക്ഷെ ഗൌരവതരമായ അന്വേഷണം നടത്തണം. മരിച്ചുപോയവരുടെ ബന്ധുക്കൾ പരാതി പറഞ്ഞിരിക്കുകയാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമ്മളത് പറയുമ്പോൾ ജനങ്ങൾ പറയാണ് വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണെന്ന് പറയാണ്. അതേ സ്ഥിതിയിൽ ആരോഗ്യ കേരളത്തെ മാറ്റി. മുഖ്യമന്ത്രി എന്നിട്ട് PR പ്രവർത്തനം കൊണ്ട് മേനി നടിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി. അത് ഞങ്ങൾ പൊളിച്ചു കാട്ടി തെരഞ്ഞെടുപ്പിൽ ഒരു സംശയം വേണ്ട. അതേപോലെ തന്നെ ഈ 2006-ലും 2011-ലും ഇടതുമുന്നണിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദന്റെ പടം വെച്ച് പോസ്റ്റർ അടിക്കുന്ന പരിപാടി. അത് UDF-ൽ ഇപ്പോൾ വന്നേക്കണേണ്. ചില കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പടം വെച്ച്, പ്രത്യേകിച്ചും KC വേണുഗോപാലിന്റെയൊക്കെ പടം വെച്ച് പോസ്റ്റർ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചിരുന്നു. അവരെല്ലാം കോൺഗ്രസ് നേതാക്കളല്ലേ, അവരുടെ പേരിൽ പടം വെച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല. ഏത് കോൺഗ്രസ് നേതാവിന്റെ പേരിൽ പടം വെച്ചാലും ഒരു തെറ്റുമില്ല. ആര് വന്നാലും കുഴപ്പമില്ല. മുൻപ് ഒരു നേതാവിന് മാത്രം അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെയല്ലേ കോൺഗ്രസിൽ വലിയ ടീമുണ്ട്. നിങ്ങൾ അതിൽ കുത്തിത്തിരി
കുത്തിരിപ്പുണ്ടാക്കാൻ നോക്കണ്ട. ഒരു കുഴപ്പമില്ല. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യമൊക്കെ വളരെ ക്ലിയർ ആണ്. ഇതിപ്പോ CPM-ന്റെ ഒരു നറേറ്റീവാണ്, കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന്. ഒരു കുഴപ്പമില്ല. ഞാനും KC വേണുഗോപാലും തമ്മിൽ കൊച്ചി സീറ്റിന്റെ പേരിൽ അടി നടന്നു. ഞാൻ പറഞ്ഞല്ലോ, വലിയ വാർത്തയായിരുന്നു. എന്നോട് KC വേണുഗോപാലാണ് പറഞ്ഞത്, ഇടാ ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വാർത്ത ഇടാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ വാർത്ത കണ്ട് ചിരിക്കുകയായിരുന്നു.